ചേച്ചി, ചേച്ചിയുടെ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ അങ്ങനെ പാടാൻ പറ്റാതെ പോകേണ്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ ആദ്യം എനിക്ക് രാജാ സാർന്ന് വെച്ചാ അത് നമ്മൾ ചെന്നൈയിലല്ലേ ജനിച്ചെല്ലാം വളർന്നത്. അപ്പൊ സാറിന്റെ പാട്ട് നമ്മൾ വീട്ടിലെ ഒരു ഫിലിം കാസറ്റ് പോലും മേടിച്ചിട്ടില്ല, പക്ഷെ എല്ലാ പാട്ടും നമുക്കറിയാം. അപ്പോ സിനിമയിൽ പാടണമെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹം ഇരുന്നിട്ടില്ല. ഞാൻ ക്ലാസിക്കൽ മ്യൂസിഷ്യൻ ആണ്. 12 years തൊട്ട് കർണാട്ടിക് കച്ചേരിയാണ് ചെയ്യുന്നത്. എപ്പോഴോ ഇങ്ങനെ ആരോ പറഞ്ഞിട്ട് അപ്പോ രാജാ സാർ ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഹാർട്ട്, അപ്പൊ ക്ലാസിക്കൽ ഞാൻ പാടുന്നതൊന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് വിളിച്ചു. അപ്പൊ കണ്ടതിൽ തന്നെ നമുക്ക് എല്ലാം ഇങ്ങനെ പോയി. ബിക്കോസ് അത്രയും നമ്മൾ അഭിമാനിക്കുന്ന ഒരാള്, സാക്ഷാತ್ ഒരു സരസ്വതിന്റെ ഒരു ഫ്ലോ അല്ലേ സാറിന്റെ. ഞാൻ പാടുന്നൊന്നും ഉദ്ദേശിച്ചിട്ട് പോയില്ല, ജസ്റ്റ് ഇങ്ങനെ കാണാൻ. അപ്പൊ അവരെന്തോ പാട്ട് പാടുന്നു പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഒരു 2 ദിവസത്തില് പാടാൻ വിളിച്ചു. സീലിയാണ് പാട്ട്. അപ്പോ എനിക്ക് ഈ ഒരു ടെക്നിക്ക് ഒന്നുമില്ല, ഹൈ വോയിസ്. അപ്പോ ക്ലാസിക്കൽ പാടി പാടി എന്റെ വോയിസ് കുറച്ചൊന്ന് അങ്ങനെ സെറ്റിലായി. എന്തോ ഹൈ നോട്ട്സ് പ്രശ്നമാണ്. സോ പോയി, നല്ല പാട്ടാണത്. ഓഫ്കോഴ്സ് അത് ട്രാക്ക് പാടാൻ വിളിച്ചോ എന്തോ അറിയില്ല. പക്ഷെ ഇതെന്ന് വെച്ചാൽ മോർണിംഗ് വിളിച്ചു. പിന്നെ ആ ഒരു സ്ഥലം മാത്രം ഗാന്ധാരം കുറച്ച് ഹൈ നോട്ടാണ്. ഇത് സി എന്ന് തരാമോ? ഇത് ഫസ്റ്റ് ലൈൻ ഓക്കെ. മണക്കോ സന്തനോ പൂസട്ടുമാ ഇനിക്കോ സംഗതി പേസട്ടുമാ യേ മച്ചാനക്ക് അടയനാച്ചത് അത് പൂവായി പിന്നാലെ പിത്താനത്. ഇതാണ് പാട്ട്. ബ്യൂട്ടിഫുൾ സോങ് ആണ്. എനിക്ക് മനസ്സങ്ങനെ. പക്ഷെ ഇത് മണക്കു സന്തനോ അത് ഹൈ ആണ് എനിക്ക്. ഇത് ഞാൻ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ സന്തനോ. പിന്നെ ആ കാലത്ത് നമ്മൾ റെക്കോർഡിംഗ് എന്ന് വെച്ചാ നമുക്കൊരു ഒരു കേജിലുള്ള ഒരു അനിമൽ പോലെ തോന്നും. ബിക്കോസ് പലരും ഉണ്ടാവും അവിടെ. ഒരു 30 people മ്യൂസിഷ്യൻസ് അല്ലേ. എല്ലാരും ഇങ്ങനെ പുതിയ പെണ്ണാണല്ലേ, അങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോകും ആരാണിത് പാടുന്നത്, ഒരേ ടെൻഷൻ, ഒരുപാട് ടെൻഷൻ. പാടി 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 ഈ നമ്മുടെ നായകൻ, ഇത് പിക്ചറിൽ നമ്മുടെ ജാനകിയമ്മ പറയല്ലേ, കാത്ത് താങ്ക വെറുതെ ഇപ്പോ. അപ്പൊ ഞാൻ അപ്പൊ പാടിയപ്പോ ചരണത്തിലെ കാത്ത് തന്നെ അവിടെ എനിക്ക് വളരെ പോയി, സൗണ്ട് മുഴുവൻ പോയി. വളരെ ഡിസപ്പോയിൻമെന്റ് ആയി. പിന്നെ അത് ഞാൻ ആ സൈഡ് പോയിട്ടില്ല. ബിക്കോസ് നമ്മളെ അഭിമാനിക്കുന്ന ഒരാള് കോൾഡ് ആൻഡ് ഐ കുഡന്റ് ഡു മൈ ബെസ്റ്റ് എന്ന് എനിക്ക്. അപ്പോൾ എനിക്ക് വെസ്റ്റേൺ പഠിക്കുന്നൊന്നുമില്ല. പക്ഷെ അന്ന് അത് പിക്ചർ റിലീസായി സുശീലാമ്മ ഈ പാട്ട് പാടിയിട്ടുണ്ട്.